വലിയ ശബ്ദങ്ങളുള്ള ബഹളം നിറഞ്ഞ ഒരിടത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത ദേഷ്യമോ മാനസികമായ ക്ഷീണമോ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊരു സാമൂഹിക വിരുദ്ധനാണെന്നല്ല, മറിച്ച് വളരെ സങ്കീർണമായി ചിന്തിക്കുന്ന ഒരു മനസ്സിൻ്റെ ലക്ഷണമാണത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിന് പിന്നിലെ മനഃശാസ്ത്രം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ വിഷയത്തെപ്പറ്റി 6 കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ബഹളം നമ്മളെ അസ്വസ്ഥരാക്കുന്നത് മുതൽ നമ്മുടെ സോഷ്യൽ ബാറ്ററി എന്തുകൊണ്ട് വേഗത്തിൽ തീർന്നു പോകുന്നു എന്നതുവരെ. ഇതിൽ ഓരോന്നും നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. നമുക്കാദ്യം തന്നെ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയത്തിലേക്ക് വരാം. ഈ ബഹളമുള്ള സാഹചര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മളെ ഇത്രയധികം അസ്വസ്ഥരാക്കുന്നത്? ഇത് നമ്മുടെ വ്യക്തിപരമായ ഒരു പ്രശ്നമാണോ, അതോ ഇതിനു പിന്നിൽ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പാർട്ടിയിലോ അല്ലെങ്കിൽ ഒരു കുടുംബസംഗമത്തിലോ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറി നിന്നാൽ മതിയെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ആ ബഹളങ്ങളെല്ലാം കൂടി നിങ്ങളുടെ തലയ്ക്കകത്തൊരു ഭാരം പോലെ അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. സാധാരണയായി നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ അസ്വസ്ഥത കാണിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇയാൾക്കൊരു സോഷ്യൽ സ്കില്ലുമില്ല, അല്ലെങ്കിൽ ഇയാൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്നൊക്കെ അവർ കരുതും. എന്നാൽ യഥാർത്ഥ കാരണം അതൊന്നുമല്ല. നമ്മുടെ തലച്ചോറിൻ്റെയും നാഡീവ്യൂഹത്തിൻ്റെയും ഒരു പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ തലച്ചോറിൻ്റെ ഈ ഒരു സവിശേഷമായ പ്രവർത്തനം? എന്തുകൊണ്ടാണ് ചിലരുടെ തലച്ചോറ് മാത്രം ശബ്ദത്തോട് ഇത്ര സെൻസിറ്റീവായി പ്രതികരിക്കുന്നത്? നമുക്കതിൻ്റെ ശാസ്ത്രീയ വശത്തേക്ക് ഒന്ന് കടന്നു നോക്കാം. മനഃശാസ്ത്രത്തിൽ ഇതിനൊരു പേരുണ്ട്: സെൻസറി പ്രോസസ്സിംഗ് സെൻസിറ്റിവിറ്റി. ഈ പേര് കേട്ട പേടിക്കണ്ട, ഇത് ശരിക്കും ഒരു കുറവോ ബലഹീനതയോ ഒന്നുമല്ല, മറിച്ച് ചുറ്റുപാടുകളിൽ നിന്നും മറ്റുള്ളവരെക്കാൾ കൂടുതൽ വിവരങ്ങൾ ഒരേ സമയം സ്വീകരിക്കാനും പ്രോസസ്സ് ചെയ്യാനുമുള്ള നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു പ്രത്യേക കഴിവാണ്. നമ്മുടെ തലച്ചോറ് ഇങ്ങനെ പ്രതികരിക്കുന്നതിന് പ്രധാനമായിട്ടും 4 കാരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഈ മാനസിക ട്രാഫിക് ജാം, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഓവർലോഡ് എന്ന് പറയും. ലളിതമായി പറഞ്ഞാൽ, സങ്കീർണമായി ചിന്തിക്കുന്ന ഒരു മനസ്സ് എപ്പോഴും ഫുൾ ഓൺ ആയിരിക്കും, അല്ലേ? അതിൻ്റെ കൂടെ പുറത്തുനിന്ന് ടിവിയുടെ ശബ്ദം, ആളുകളുടെ സംസാരം, മറ്റു ബഹളങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം വരുമ്പോൾ ബ്രെയിനിന് അത് താങ്ങാൻ പറ്റാതാവും. ഒരു ഹൈവേയിൽ ട്രാഫിക് ജാം പോലെ തന്നെ. ഇതിനെ നമുക്കൊരു സിമ്പിൾ കണക്കുപോലെ കാണാം. എപ്പോഴും ആക്റ്റീവായിട്ടുള്ള നിങ്ങളുടെ മനസ്സ്, അതിലേക്ക് പുറത്തുനിന്നുള്ള ഒരുപാട് ശബ്ദം കൂടെ ചേരുമ്പോൾ ഫലം എന്തായിരിക്കും? നമ്മുടെ മെന്റൽ എനർജി വളരെ പെട്ടെന്ന് തീർന്നു പോകും. ഇനി രണ്ടാമത്തെ കാരണം നോക്കാം. വലിയ ശബ്ദങ്ങൾ നിങ്ങളുടെ ഒരു സ്വാഭാവിക കഴിവിനെ, അതായത് നിങ്ങളുടെ നിരീക്ഷണ പാടവത്തെ എങ്ങനെയാണ് തടസ്സപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകൾ വെറുതെ കേൾക്കുക മാത്രമല്ല ചെയ്യുന്നത്. അവരൊരു സംഭാഷണത്തിലെ വാക്കുകൾക്കപ്പുറമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും. അതായത് സംസാരിക്കുന്ന ആളുടെ ഭാവമാറ്റങ്ങൾ, ശബ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ, അവരുടെ ശരീരഭാഷ, ഇതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ച് അനലൈസ് ചെയ്യും. ഇതിനെയാണ് ആക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചുറ്റും ഭയങ്കര ബഹളം വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? തലച്ചോറിൻ്റെ ഈ സൂക്ഷ്മമായ നിരീക്ഷണത്തിന് ഒരു തടസ്സം വരും. ഒരു റേഡിയോയിലെ സ്റ്റാറ്റിക് പോലെ. ചുറ്റും നടക്കുന്നതൊന്നും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ദേഷ്യവും നിരാശയുമൊക്കെ വരും, അല്ലേ? ഇനി മൂന്നാമത്തെ കാരണം, ഇത് നമ്മുടെ തലച്ചോറിന് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. എന്താണെന്നല്ലേ? ആഴത്തിൽ ചിന്തിക്കാനും റീചാർജ് ചെയ്യാനും അതിന് കുറച്ച് സൈലൻസ് വേണം. സാധാരണയായി നമ്മളിൽ പലരും മറ്റുള്ളവരോട് സംസാരിച്ചും ഇടപഴകിയുമാണ് എനർജി കണ്ടെത്തുന്നത്. പക്ഷേ ആഴത്തിൽ ചിന്തിക്കുന്ന മനസ്സുകൾക്ക് അവരുടെ ഊർജം വീണ്ടെടുക്കാൻ വേണ്ടത് നിശ്ശബ്ദതയാണ്. അവർക്ക് ഏകാന്തത എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഫോൺ ചാർജർ പോലെയാണ്. അതുകൊണ്ട് ഓർക്കുക, ഈ ബഹളം എന്ന് പറയുന്നത് വെറുമൊരു ശല്യമല്ല. അത് നിങ്ങളുടെ ചിന്തകളെയും പുതിയ ഐഡിയകൾ കണ്ടെത്താനുള്ള കഴിവിനെയും തടസ്സപ്പെടുത്തുന്നൊരു പ്രധാന ഘടകം കൂടിയാണ്. ഇനി നമ്മൾ നോക്കുന്ന 4ാമത്തെ കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും. നമ്മുടെയൊക്കെ സോഷ്യൽ ബാറ്ററി എന്തുകൊണ്ടാണ് ചില സാഹചര്യങ്ങളിൽ ഇത്ര പെട്ടെന്ന് തീർന്നു പോകുന്നത്? ഇതിൻ്റെ അർത്ഥം ഇത്രയുള്ളൂ: മറ്റുള്ളവർ ഒരു സംഭാഷണം മാത്രം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ അവിടുത്തെ പല സംഭാഷണങ്ങൾ, ആളുകളുടെ മുഖഭാവങ്ങൾ, ചുറ്റുമുള്ള മറ്റ് ശബ്ദങ്ങൾ, ഇതെല്ലാം ഒരേ സമയം പ്രോസസ്സ് ചെയ്യുകയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മെന്റൽ എനർജി അല്ലെങ്കിൽ സോഷ്യൽ ബാറ്ററി വളരെ വേഗത്തിൽ തീർന്നുപോകും. അതുകൊണ്ട് ബഹളമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തോന്നുമ്പോൾ അത് നിങ്ങൾ ഒളിച്ചോടുന്നതാണെന്ന് കരുതരുത്. അത് ശരിക്കും നിങ്ങളുടെ തലച്ചോറ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, കുറച്ച് റെസ്റ്റ് വേണം എന്ന് തരുന്നൊരു സിഗ്നലാണ്, ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ മെക്കാനിസം. അപ്പോൾ ചുരുക്കി പറഞ്ഞാലേ, കോഗ്നിറ്റീവ് ഓവർലോഡ് കാരണം തലച്ചോറിന് ഭാരം കൂടുന്നത് മുതൽ നമ്മുടെ സോഷ്യൽ ബാറ്ററി വേഗത്തിൽ തീരുന്നതുവരെ, ഇതൊക്കെയാണ് ശബ്ദത്തോട് നമ്മൾ ഇങ്ങനെ പ്രതികരിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. അതുകൊണ്ട് അടുത്ത തവണ ബഹളമുള്ള സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് ക്ഷീണമോ ദേഷ്യമോ തോന്നുകയാണെങ്കിൽ ഓർക്കുക, അതൊരു കുറവല്ല,
മറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും കാര്യങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കാനുമുള്ള നിങ്ങളുടെ തലച്ചോറിന്റെ കഴിവിന്റെ ഒരു അടയാളം മാത്രമാണത്. അപ്പോ നിങ്ങളുടെ തലച്ചോറ് ഇങ്ങനെ ആഴത്തിൽ ചിന്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ മാനസികമായ ഇടം സംരക്ഷിക്കാൻ നിങ്ങളിനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നു? നിങ്ങളുടെ മനസ്സിന് ആവശ്യമായ ആ ശാന്തതയും നിശബ്ദതയും കണ്ടെത്താൻ ഇന്നു തന്നെ ശ്രമിച്ചു തുടങ്ങിക്കൂടെ?